ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് വിജയിച്ചിട്ടും വിജയം ആഘോഷിക്കാൻ കഴിയാതെ ഒരു ഭയങ്കരമായിട്ടുള്ള സങ്കടക്കടലിൽ തന്നെയാണ് അനുമോള്. കാരണം അനുമോൾക്ക് ആ കപ്പ് എന്നും ഒരു ബാധ്യതയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അനുമോൾക്ക് തന്നെ അറിയാം ഇത് ഒരു അൺഫെയർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് കളിച്ചിട്ട് ജയിച്ചതല്ല. ഇത് പലതരത്തിലും അവിടെ പിആറുകളുടെ ആ ഒരു ഇതില് ബലത്തില് കളിച്ചിട്ട് അവർ പറയുന്നത് പോലെ കളിച്ചിട്ട് നേടിയതാണ്. ഒരുപാട് പേരുടെ കണ്ണീര് ആ ഒരു കപ്പിലുണ്ട്. ആ ഒരു കപ്പ് ചിലപ്പോൾ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് പൊള്ളുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ചിലപ്പോൾ അത് വലിച്ചെറിയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ കപ്പിന് ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു. ബിഗ് ബോസിന്റെ കപ്പിന് അനുമോൾക്ക് വെറുതെ കൊണ്ടുപോയിട്ട് ഷോക്കേസിൽ വെക്കാം. ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പ് കാണുമ്പോഴേ ഒരുപാട് സങ്കടങ്ങളായിരിക്കും അനുമോൾക്ക് ഉണ്ടാവുക എന്നാണ് ഞാൻ പറയുന്നത്. അർഹതയില്ലാത്ത മുതല് നമ്മുടെ കയ്യിൽ വരുമ്പോഴേ ഒരാളെ ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ കളവ് പറഞ്ഞിട്ടോ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസമാധാനത്തോട് കൂടിയിട്ട് ആ വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ല. അനുമോളുടെ കയ്യിൽ കോടികൾ ഇനി പൈസ ഉണ്ടാകും, ഒരുപാട് അവസരങ്ങൾ വരും, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും. പക്ഷേ ആ കപ്പ് എന്ന് പറയുന്നത് അനുമോൾക്ക് എന്നും ഒരു ഭാരം തന്നെയായിരിക്കും. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആ കപ്പ് ഭാരം തന്നെയാണ്. അതായത് ആ കപ്പിന് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു കണ്ണീരിന്റെ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ വേദനയുടെ, ഒരുപാട് പേരുടെ നാണംകടലിന്റെ കഥയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ അനുമോള് കളിച്ചിരിക്കുന്നതും അതുപോലെ കഴിഞ്ഞ മത്സരാർത്ഥി കളിച്ചിരിക്കുന്നതും ഒരേ ഗെയിമാണ്, ഒരേ സ്ട്രാറ്റജിയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. കൃത്യമായിട്ട് ക്ലാസ് കിട്ടിയിരിക്കുന്നത് ഇവർക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയിയെ നോക്കൂ, അയാൾ കളിച്ച അതേ കളി. അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ PR തന്നെയാണ് അനുമോളുടെയും PR. അതാണ് അയാൾ പറയുന്ന കാര്യം. അങ്ങനെ നോക്കിയപ്പോഴും നമ്മൾ ഇന്നലെ ഇങ്ങനെ വീക്ഷിച്ചപ്പോഴും നമുക്ക് മനസ്സിലായത് ആ കളി തന്നെയല്ലേ അനുമോൾ ഇവിടെ കളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോൾക്ക് ഒരിക്കലും ആ കപ്പ് കൊണ്ട് സമാധാനം കിട്ടത്തില്ല. പൈസ ഉണ്ടാകും, അനുമോൾക്ക് കപ്പടിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് കൊടുത്താലോ ഒന്നും ഒരു വേദനയില്ല, ഒരു വിഷമവും ഇല്ല. പക്ഷേ തികച്ചും അൺഫെയർ ആയിട്ട് ഒരുപാട് പേര് ഇവര് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വോട്ടടിച്ച് കയറ്റാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പലരുടെയും ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുടെ കൂടെ പോയിട്ട് വോട്ടടിച്ച് കയറ്റാറുണ്ട്. അങ്ങനെ കയറ്റിയിട്ട് ഒരു കപ്പ് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്ത് പ്രയോജനമാണ്? ഞാൻ അതാണ് ചോദിക്കുന്നത്. നമുക്കിപ്പം നെവിൻ എന്ന് പറയുന്നയാള്, അതുപോലെ അക്ബർ എന്ന് പറയുന്നയാള്, പിന്നെന്ന് പറഞ്ഞ ഷാനവാസ്, പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് അനീഷ്, ഇവർക്കൊക്കെ മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയും. കാരണം എന്താണെന്നറിയാം, ഇവർക്ക് നിരാശയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ അർഹത ഇല്ലാത്ത സാധനം ഇവരുടെ കയ്യിലില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ജനങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കപ്പിന് ഒരു വലിയൊരു അർത്ഥമുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അനുമോളുടെ കൂടെ പ്രേക്ഷകരില്ല. നിങ്ങൾ ആരെങ്കിലും അത് നോക്കിയിട്ടുണ്ടോ? അനുമോൾക്ക് വോട്ട് വന്നിട്ടുണ്ട്, അനുമോൾക്ക് എല്ലാം വന്നിട്ടുണ്ട്, അനുമോൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരുപാട് ഒരു 100 യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷെ ജനപിന്തുണയില്ല. ജനപിന്തുണയിൽ പിന്നെ അനുമോൾ വട്ടപൂജ്യമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അനുമോൾക്ക് വരുന്ന കമന്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2-3 ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫൈലില്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാർഡിൻ്റെയോ ഇങ്ങനെ 2-3 ദിവസം കൊണ്ട് ആരോ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് ഒരു മെസ്സേജ് ഇടാൻ വേണ്ടി മാത്രം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ട് ആ കപ്പ് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എല്ലാ കാര്യമുണ്ടോ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ സ്റ്റാറായിരിക്കുന്നത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ്, അതുപോലെ തന്നെ നെവിനുമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു PR ഇല്ല, ഒരാൾക്ക് അറിയുകയും ചെയ്യില്ല. ഒരു മനുഷ്യന്മാർക്ക് അറിയാതെ ടീമുകൾ വന്നിട്ട് ഇവിടെ ഇവരെ എല്ലാം വിറപ്പിച്ചിട്ട് 100 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ കപ്പ്. ഇതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്താ വെച്ചാൽ എല്ലാ ഇതും 12 വർഷത്തെ പേരോട് കൂടിയിട്ടാണ് അനുമോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ 12 വർഷത്തെ പേര് എന്ന് പറഞ്ഞ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പോയില്ലേ. എന്താ വെച്ചാൽ ഈ 12 വർഷം കൊണ്ട് ഉണ്ടാക്കിയ പേര് അനുമോള് ആ ഒരു പ്രസക്തി, അതായത് എന്താണെന്ന് വെച്ചാൽ ഈ കപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. അവരെവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അതായത് ഈ പിന്നെ ബിന്നി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം വന്നിട്ട് 16 ലക്ഷത്തിന്റെ PR പറഞ്ഞപ്പോഴേ അവരെവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല ലാലേട്ട, ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കുള്ളൂ എന്ന് അനുമോൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അനുമോള് പറയാറുണ്ട് PR ഉണ്ട്, പൈസ ഒന്നും കൊടുത്തില്ല, പൈസ ഒന്നും പറഞ്ഞിട്ടില്ല, 16 ലക്ഷം ഉണ്ടെങ്കിൽ അവിടെ വരും എന്നല്ലേ അനുമോള് പറഞ്ഞിന്. അനുമോൾ എവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അനുമോള് ഞാൻ പൈസ കൊടുക്കൂല, ഞാൻ പൈസേന്റെ കാര്യം പറഞ്ഞിട്ടില്ല, എന്നെ തേടി വരികയാണ് മാത്രമാണ് ഉണ്ടായത്, ബിന്നി എങ്ങനെയാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ലാലേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ?
ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടോ? ബിന്നിക്കെതിരെ നടപടിയെടുക്കണമെന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലാതെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണോ? എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി നിങ്ങളിൽ ആരെങ്കിലും ബുദ്ധിജീവികളുടെ ഒന്ന് പറഞ്ഞു തരിക. അനുമോള് നിഷേധിക്കാതെടുത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോൾക്ക് കുരിശ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ കപ്പില് ഒരുപാട് പേരുടെ കണ്ണീരിന്റെ ആ ഒരു കപ്പ് എടുക്കുമ്പോൾ തന്നെ അതിനൊരു ചൂടുണ്ടാകും. ആ കപ്പ് വെറുതെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണ്ണീരുകൾ അതിൽ നിന്ന് ഒളിച്ചിറങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു മത്സരമാണ്. ഇപ്പോഴെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കുറേ നാളുകൾക്ക് മുമ്പ് കുറെ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു മത്സരമാണ്, രാജ്യാന്തര മത്സരമാണ്. അപ്പൊ അങ്ങനെ മത്സരിക്കുമ്പോൾ ഒരാള് അവിടെ വീഴുകയാണ്. ഓട്ട മത്സരത്തിനിടയിൽ ഏതോ രാജ്യക്കാരിയാണ്, ചൈനയോ ഏതോ രാജ്യക്കാരിയാണ്. പക്ഷെ മറ്റൊരു രാജ്യക്കാരി, ആ ഓട്ടമല്ല അവരവിടെ നോക്കിയത്, ആ സഹ മത്സരാർത്ഥി വീണപ്പോഴേ ആ ഒരു ചെറിയ സെക്കൻഡെങ്കിലും പോയിട്ട് അവരെ താങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. അതാണ്. ബാക്കി എല്ലാവരും ഓടിയിട്ട് അവർക്ക് വിജയം മാത്രമേ ഉള്ളൂ. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നത് നമുക്കില്ലേ ഇതുപോലെയുള്ള സംഭവത്തിൽ നിന്ന് കിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു മത്സരാർത്ഥി, എനിക്ക് ഫസ്റ്റ് വേണ്ട, എനിക്ക് ഫസ്റ്റ് അല്ല, ഫസ്റ്റ് ഞാൻ നാളെ ഉണ്ടാക്കും. പക്ഷേ ആ വീണ് കിടക്കുന്ന എൻ്റെ സഹ മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനത് താങ്ങൂല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ അനുമോള് എന്ന് പറയുന്ന മത്സരാർത്ഥി ഇവിടെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അനുമോളെ ആരും വേദനിപ്പിച്ചിട്ടില്ല. എന്താ കാര്യം എന്ന് ഞാൻ പറയാം. അനുമോളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. മറ്റുള്ളവരെ വേദനപ്പെട്ട് കരയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഇവിടെ ഒരു കുഞ്ഞില്ലായിരുന്നു. ജിസൈൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് പോകുമ്പോഴേ അവരുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങിയിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ കണ്ണീര് തുടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഇവർ പറഞ്ഞെന്താണെന്നറിയാം, അനുമോളോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും, അനുമോളോട് കളിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും പോകേണ്ടി വന്നത് എന്നാണ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞത്. അതുപോലെ മറ്റു പലരും അതുപോലെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴൊന്നെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായില്ല. അവരൊക്കെ പറയുന്നത് അനുമോളോട് കളിക്കരുത്, അനുമോളോട് കളിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ ഇതാണ്, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് നേടുന്ന ഒരു സംഭവവും നമുക്ക് നിൽക്കില്ല. അത് മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരുടെയും ഗതി നിങ്ങൾ നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കപ്പ് മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ വലിച്ചെറിയും. അനുമോൾക്ക് ഇതൊരു ഭാരമാകും, ഇതൊരു വലിയ ഭാരമാകും. നമ്മളൊക്കെ ഇന്ന് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെയും പറ്റിക്കാതെ ആരെയും ചതിക്കാതെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സമാധാനം തന്നെയാണ്. നമ്മുടെ കയ്യിൽ കോടികളുണ്ട്. ഈ കോടികൾ നമ്മുടെ സ്വന്തം കൂട്ടുകാരനെ ചതിച്ച്, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറെ, ഇല്ലെങ്കിൽ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. വലിയ കാറും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ബെൻസ് കാറുണ്ടാകും, പോകുന്നുണ്ടാകും, ഒക്കെ ഉണ്ടാകും. മനസ്സമാധാനം എന്നത് നമ്മുടെ കയ്യിലുണ്ടാവില്ല. അതിങ്ങനെ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.